നമസ്കാരം പ്രിയപ്പെട്ടവരെ, വീണ്ടും വോട്ട് വർത്തമാനത്തിലേക്ക് ഒരിക്കൽ കൂടി സ്നേഹസ്വാഗതം. നമ്മളിങ്ങനെ പല ലോക്സഭാ മണ്ഡലങ്ങളിലൂടെ യാത്രയാണ്. അതിലെ നിയമസഭാ മണ്ഡലങ്ങളെക്കുറിച്ചുള്ള അവലോകനമാണ് നടത്തി വരുന്നത് കഴിഞ്ഞ കുറേ ദിവസങ്ങളായി. ഇന്ന് 16ാം ലോക്സഭാ മണ്ഡലത്തിലേക്ക് നമ്മൾ എത്തിയിരിക്കുകയാണ്. ഇന്ന് പത്തനംതിട്ടയിൽ നമ്മൾ എത്തിയിരിക്കുന്നു. കഴിഞ്ഞ തവണ നമ്മൾ പറഞ്ഞു വെച്ചത് ആലപ്പുഴ വരെയാണ്. അപ്പോൾ 63 മണ്ഡലങ്ങൾ UDFിൻ്റെ പോക്കറ്റിലും 49 മണ്ഡലങ്ങൾ LDFിൻ്റെ പോക്കറ്റിലും എന്ന രീതിയിലാണ് ഞങ്ങൾ പറഞ്ഞു വെച്ചത്. ഇന്ന് പത്തനംതിട്ട എങ്ങോട്ടാണ് ചിന്തിക്കുന്നതെന്ന് നോക്കാം. ആദ്യത്തെ മണ്ഡലം കാഞ്ഞിരപ്പള്ളി ആയിക്കോട്ടെ. കാഞ്ഞിരപ്പള്ളിയുടെ മത്സരാർത്ഥികളെ പറ്റി ഒന്ന് പറയും. നമുക്കറിയാവുന്നതുപോലെ അവിടുത്തെ ഇപ്പോഴത്തെ സിറ്റിംഗ് MLA ആയിട്ടുള്ള പ്രൊഫസർ ജയരാജാണ് ആ മണ്ഡലത്തിൽ LDFിന്റെ കാൻഡിഡേറ്റ് ആയിട്ട് മത്സരിക്കുന്നത്. വേറൊരു പ്രൊഫസറെ തന്നെയാണ് ഇത്തവണ റോണി കെ ബേബി എന്ന പ്രൊഫസറെ തന്നെയാണ് ഇത്തവണ ഇട്ടിരിക്കുന്നത്. പിന്നെ നമുക്കറിയാം BJPയുടെ കാൻഡിഡേറ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കേന്ദ്രമന്ത്രിയായിട്ടുള്ള ജോർജ് കുര്യനാണ്. ഈ മണ്ഡലത്തിൽ UDF പ്രതീക്ഷിച്ച് ജിജി അഞ്ചാലിയെ പോലൊരു കാൻഡിഡേറ്റ് ആയിരുന്നു. അങ്ങനെയാണെങ്കിൽ ഈ മണ്ഡലത്തിൽ ഒരു വളരെ ടഫായിട്ടൊരു മത്സരം കൊടുക്കാൻ സാധിച്ചത്. റോണി കെ ബേബി എന്ന് പറയുന്നത് വളരെ സ്വാത്വികനായിട്ടൊരു വ്യക്തിയാണ്. പക്ഷെ അദ്ദേഹത്തിന്റെ സ്വാത്വിക ഇതുകൊണ്ട് അദ്ദേഹത്തിന് മണ്ഡലം പിടിക്കാൻ സാധിക്കുമെന്നത് ഒരു ചോദ്യമാണ്. ജയരാജ് അവിടെ വളരെ പോപ്പുലറാണ്, എല്ലാവരുടെ ഉള്ളിലുണ്ട്. ഈ മണ്ഡലത്തിൽ ഭരണവിരുദ്ധ വികാരം ഉണ്ട് എന്ന് പറയുമ്പോൾ പോലും ജയരാജിനെ അത് വലിയ തോതിൽ ബാധിക്കുന്നില്ല എന്നതൊരു വസ്തുതയാണ്. പിന്നെ BJP ഇത്തവണ തലയും അരയും മുറുക്കി കുറേയൊക്കെ വോട്ടുകൾ സമ്പാദിക്കും എന്നത് നമുക്ക് 100% ഉറപ്പാണ്. ജോർജ് കുര്യൻ മന്ത്രിയാണല്ലോ. പക്ഷേ ഞാൻ പറഞ്ഞല്ലോ, ഈ മണ്ഡലങ്ങളിലെ പാലയില് ഷോൺ ജോർജിന്റെ കാര്യം പറഞ്ഞ പോലെ തന്നെ ഈ താമരയ്ക്ക് അവിടെ വോട്ട് ചെയ്യാൻ ഇപ്പോഴും പലർക്കും വിമുക്തതയുണ്ട് എന്ന് നമുക്ക് പറയാൻ സാധിക്കും. അപ്പം അങ്ങനെ ഒരു പ്രശ്നം ജോർജ് കുര്യനും അവിടെ ഫേസ് ചെയ്യുന്നുണ്ട്. ഈ മണ്ഡലം LDFിന് അനുകൂലമായിട്ട് തന്നെയാണ് പറയാൻ സാധിക്കും. ജയരാജന് വീണ്ടും ഒരിക്കൽ കൂടി ഈ മണ്ഡലം നിലനിർത്താനാണ് സാധ്യത എന്ന് നമ്മൾ വിലയിരുത്താം അല്ലേ. അടുത്ത മണ്ഡലം ഇൻട്രസ്റ്റിംഗ് ആണ്, പൂഞ്ഞാർ. ഇത്തവണ ഒരു ഭാഗത്ത് തീർച്ചയായിട്ടും BJPയുടെ സ്ഥാനാർത്ഥിയുണ്ട്, PC ജോർജ്. അതുപോലെ തന്നെ കേരള കോൺഗ്രസ് മാണിക്ക് വേണ്ടി സെബാസ്റ്റ്യൻ കുളത്തുങ്കലും, കോൺഗ്രസിന് വേണ്ടി സെബാസ്റ്റ്യൻ MG. 3 മത്സരങ്ങളാണ്. എന്താണ് അവിടെ നടക്കാൻ പോകുന്നത്? സജി ജോസഫ് എന്നുള്ള പേരിലാണ് അദ്ദേഹം കൂടുതലായിട്ട് സെബാസ്റ്റ്യൻ MG അവിടെ അറിയപ്പെടുന്നത്. സജി ജോസഫ്. പക്ഷേ ഈ മണ്ഡലത്തിനെ സംബന്ധിച്ച് വളരെ ശക്തമായ ഒരു ത്രികോണ മത്സരം നടക്കുന്ന നിയോജക മണ്ഡലം തന്നെയാണ് പൂഞ്ഞാർ എന്ന് നമുക്ക് പറയാൻ സാധിക്കും. 2 സെബാസ്റ്റ്യന്മാരും പാവം ഒരു PC ജോർജ്. PC ജോർജിന് ഈ തവണ അദ്ദേഹം താമര ചിഹ്നത്തിലല്ലായിരുന്നെങ്കിൽ അദ്ദേഹം വിജയിക്കേണ്ട മണ്ഡലമായിരുന്നു പൂഞ്ഞാർ എന്ന് പറയാൻ സാധിക്കും. അദ്ദേഹത്തിന് ഒരു പരിധി വരെയൊക്കെ കഴിഞ്ഞ തവണ സംഭവിച്ചെന്താന്ന് വെച്ച് കഴിഞ്ഞാൽ SDPI വോട്ടുകൾ അല്ലെങ്കിൽ ന്യൂനപക്ഷ വോട്ടുകൾ ഒരു N ബ്ലോക്കായിട്ട് സെബാസ്റ്റ്യൻ കുളത്തെങ്കലിന് വരികയാണ് ഉണ്ടായത്. അങ്ങനൊരു സാഹചര്യത്തിലാണ് UDF അവിടെ 3ാം സ്ഥാനത്തേക്ക് പോവുകയും PC ജോർജ് എന്ന സ്വതന്ത്ര സ്ഥാനാർത്ഥി 2ാം സ്ഥാനത്തേക്ക് വരികയും സെബാസ്റ്റ്യൻ കുളത്തെങ്കൽ വിജയിക്കുകയും ചെയ്തത്. ഇത്തവണയും ഇതുപോലെ വളരെ ശക്തമായ ഒരു ട്രയാങ്കുലർ ഫൈറ്റാണ് നടന്നത്. കഴിഞ്ഞ തവണ ഞാൻ ഇപ്പോഴും വിശ്വസിക്കുന്നു, കഴിഞ്ഞ തവണ മുസ്ലിം വോട്ടുകൾ N ബ്ലോക്കായിട്ട് LDFിന് പോയെങ്കിൽ ഇത്തവണ അത് N ബ്ലോക്കായിട്ട് LDFിന് പോവില്ല. 50-50 എന്ന അനുപാതത്തിൽ ഇവർ രണ്ടുപേരും ഷെയർ ചെയ്യും. പൂഞ്ഞാറിൽ PC ജോർജിന് വരുന്ന സംഭവം എന്ന് വെച്ച് കഴിഞ്ഞാൽ കഴിഞ്ഞ തവണയെല്ലാം ഇവർ PC ജോർജിന് സ്വാഭാവികമായിട്ടും കിട്ടിക്കൊണ്ടിരിക്കുന്ന അല്ലെങ്കിൽ കിട്ടുന്ന ക്രൈസ്തവ വോട്ടുകളിൽ അതിൽ ഈ താമര ചിഹ്നം കാണുമ്പോൾ വോട്ട് ചെയ്യുമ്പോൾ അവർ എന്നതൊരു ചോദ്യമായിട്ട് ഇപ്പോഴും നിൽക്കുകയാണ്. അങ്ങനെ ഒരു സാഹചര്യമുണ്ട്. ഒരു നേരിയ മുൻതൂക്കത്തിൽ പൂഞ്ഞാറിൽ സെബാസ്റ്റ്യൻ കുളത്തെങ്കൽ തന്നെ വരാനാണ് സാധ്യത കൊടുക്കുന്നത്. വളരെ റിസ്ക് ആയിട്ടുള്ളൊരു പ്രവചനമാണ്, വളരെ ടൈറ്റാണ്. ഒന്നാം സ്ഥാനം 2ാം സ്ഥാനം വലിയ ഗ്യാപ്പ് ഒന്നും വരുന്നൊന്നും എനിക്ക് തോന്നുന്നില്ല. എന്നാലും നേരിയൊരു മുൻതൂക്കം സെബാസ്റ്റ്യൻ കുളത്തെങ്കൽ തന്നെയാണ്. കുറച്ച് കാമായിട്ടുണ്ട്, വലിയ വിവാദങ്ങളിലേക്കൊന്നും പോയില്ല, കുറച്ചൊക്കെ കോയറ്റായി. എനിക്ക് തോന്നുന്നു ഒരു പാർട്ടിയുടെ കീഴിൽ വന്നപ്പോൾ അദ്ദേഹം കുറച്ചുകൂടെ അച്ചടക്കൊക്കെ പഠിച്ചു. പിന്നെ ഷോൺ ജോർജിന്റെ ഭാഗം കൂടെ നോക്കണമല്ലോ. എന്തായാലും പൂഞ്ഞാറിൽ LDF തന്നെ നിലനിർത്താനാണ് സാധ്യത എന്നാണ് ഞങ്ങളുടെ വിലയിരുത്തൽ. ടൈറ്റായൊരു മണ്ഡലമാണ്. അടുത്ത മണ്ഡലം തിരുവല്ല ജോയലിൻ്റെ തന്നെ ഒരു മണ്ഡലം തന്നെയാണ്. തിരുവല്ല സ്വന്തം മണ്ഡലം. അതെ. മാത്യു ടി തോമസ് ആണ് ഒരു മത്സരാർത്ഥി. മറ്റൊന്ന് വർഗീസ് മാമനാണ്. 3ാമത് അനൂപ് ആന്റണി അല്ലേ, BJPക്ക് വേണ്ടി അനൂപ് ആന്റണി. എന്താണ് അവിടുത്തെ സാഹചര്യം സ്വന്തം നാട്ടിൽ? എനിക്ക് തോന്നുന്നു തിരുവല്ലക്കാർ ഇത്തവണ ഒരു മാറ്റം ആഗ്രഹിക്കുമെന്ന് എനിക്ക് തോന്നുന്നുണ്ട്. കാരണം നമ്മുടെ നാട്ടിലെ ഗ്രൗണ്ട് റിയാലിറ്റി അറിയാവുന്നത് കൊണ്ട് തന്നെ നമുക്ക് പറയാൻ സാധിക്കും. പ്രധാനപ്പെട്ട പ്രശ്നം എന്ന് പറയുന്നത് തിരുവല്ലയിൽ വന്ന ബൈപ്പാസ് തന്നെയാണ്. പ്രധാന പ്രശ്നം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ബൈപ്പാസിൽ ഒരുപാട് ഒട്ടും വിഷണറി MLAയുടെ ഭാഗത്തുനിന്ന് സംഭവിച്ചൊരു വീഴ്ചയായിട്ടാണ് പലരും ഇതിനെ കണക്കാക്കുന്നത്. അത്രയും നാളും കഴിഞ്ഞ 10-20 വർഷവും മാത്യു ടി തോമസ് ഉയർത്തിപ്പിടിച്ച ഒരു ഇതുണ്ട്, ഒരു ഇമേജ് ഉണ്ട്, ഒരു തലപ്പൊക്കം ഉണ്ടായിരുന്നു. ഈ ബൈപ്പാസ്
എന്നുള്ളൊരു ഒറ്റ ഇഷ്യൂ അദ്ദേഹത്തിന് ആദ്യം നെഗറ്റീവ് വന്നത്. ഈ നെഗറ്റീവ് വന്നു, ഒട്ടും വിഷണറി അല്ലാത്ത ഒരു പേരിന് വേണ്ടി മാത്രം കഴിഞ്ഞ ഇലക്ഷൻ ജയിക്കാൻ വേണ്ടിയിട്ട് മാത്രം കൊണ്ടുവന്നൊരു ബൈപ്പാസ്. പിന്നീട് കഴിഞ്ഞ ഇലക്ഷൻ ജയിക്കാൻ വേണ്ടിയിട്ട് ബൈപ്പാസ് കൊണ്ടുവന്നാലും ഇതിൻ്റെ അനന്തരഫലങ്ങൾ തിരുവല്ലയിലെ സാധാരണക്കാരായിട്ടുള്ള മനുഷ്യരെ അനുഭവിക്കേണ്ടി വന്നത് ഈ കഴിഞ്ഞ 5 വർഷമാണ്. അവിടെ റോഡപകടം ഉണ്ടാകാത്ത ഒരു ദിവസം പോലും ഇല്ല. ഇത്രയും വൃത്തികെട്ട ഒരു ബൈപ്പാസ് ഒരു പക്ഷേ കേരളത്തിൽ വേറെ എവിടെയും കാണില്ല. മുട്ടിന് സിഗ്നലുകളാണ്, ആർക്കോ വേണ്ടി ഉണ്ടാക്കിയ ഒരു സംഭവം. അപകടങ്ങളും മരണങ്ങളും തന്നെയാണ്. അപ്പം ഈ പോകുന്ന ജീവനുകൾക്കൊക്കെ ആരും ഉത്തരം വേണം. അതുപോലെ തന്നെ KSRTC ബസ് സ്റ്റാൻഡ് അദ്ദേഹം ഒരുപാട് കൊട്ടി ആഘോഷിച്ച് കൊണ്ടുവന്നതാണ് KSRTC ബസ് സ്റ്റാൻഡ്. അദ്ദേഹം പലപ്പോഴും വോട്ടൊക്കെ പിടിക്കുന്നത് ഞാൻ മന്ത്രിയായിരുന്ന സമയത്താണ് KSRTCക്ക് വേണ്ടി ഇത്രയും വലിയ സമുച്ചയം നിങ്ങൾക്ക് തന്നത് എന്നൊക്കെ അദ്ദേഹത്തിൻ്റെ ഇതുണ്ടായിരുന്നു. പക്ഷേ ഇത്തവണത്തെ സംഭവം എന്ന് വെച്ച് കഴിഞ്ഞാൽ അവിടുത്തെ KSRTC ബസ് സ്റ്റാൻഡ് നമ്മളൊന്ന് നോക്കണം. അതിനകത്ത് പൊളിഞ്ഞ് കിടക്കുകയാണ്. അവിടെ കറക്റ്റായിട്ട് ഇന്റർലോക്ക് പോലും ചെയ്യാൻ സാധിക്കാത്ത അങ്ങനത്തെ ഒരു അവസ്ഥയുണ്ട്. പിന്നെ തിരുവല്ലയിലെ ആൾക്കാർ പൊതുവെ ഒരു മാറ്റം ആഗ്രഹിക്കുന്നുണ്ട്. അദ്ദേഹത്തിന് ചെയ്യാൻ കഴിയേണ്ടത് അദ്ദേഹം ചെയ്തു എന്നും ഇനി അദ്ദേഹം മാറട്ടെ. പിന്നെ അദ്ദേഹത്തിന്റെ സാമുദായികമായിട്ടൊരു ഘടന പോലും ഇത്തവണ അദ്ദേഹത്തിന് എതിരായിട്ട് നിൽക്കുന്നൊരു ഫാക്ടറാണ്. അതായത് അദ്ദേഹം മർത്തോമ സഭയിലെ ഒരു വൈദികന്റെ മകനാണ്. എതിർ സ്ഥാനാർത്ഥിയായിട്ട് മത്സരിക്കുന്ന വർഗീസ് മാമനും മർത്തോമ സഭയിലെ ഒരു വൈദികന്റെ മകനാണ്. അദ്ദേഹത്തിന്റെ പിതാവ് മാത്രമല്ല വൈദികൻ, അദ്ദേഹത്തിന്റെ ജ്യേഷ്ഠനും വൈദികനാണ്. പിന്നെ മർത്തോമ സഭയും എനിക്ക് പേഴ്സണലി എനിക്കറിയാം. മർത്തോമ കോളേജിലൊക്കെ അദ്ദേഹം, ഞാനൊക്കെ പഠിച്ചിരുന്ന സമയത്തൊക്കെ എനിക്കറിയാം മർത്തോമ കോളേജിലൊക്കെ അദ്ദേഹത്തിനുള്ള ഒരു സ്വാധീനവും കാര്യങ്ങളും, ആ സഭയ്ക്കുള്ളിൽ അദ്ദേഹത്തിനുള്ള പേഴ്സണൽ സ്വാധീനവും കാര്യങ്ങളൊക്കെ. പിന്നെ വേറൊരു ഘടന എന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ തിരുവല്ല മണ്ഡലത്തിനുള്ളിൽ തന്നെയുള്ള കാൻഡിഡേറ്റ്സ് ആണ് മാത്യു ടി തോമസും വർഗീസ് മാമനും. BJP കാൻഡിഡേറ്റ് അനൂപ് ആന്റണിയെ നമ്മൾ കാണാതെ പോകും. അനൂപ് ആന്റണി ഇത്തവണ വോട്ടിൽ വലിയൊരു മുന്നേറ്റം നടത്തും. അനൂപ് ആന്റണിക്ക് സംഭവിക്കുന്ന കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ താമര കണ്ടു കഴിഞ്ഞാൽ തിരുവല്ലയിലെ സാധാരണക്കാരായിട്ടുള്ള അച്ചായന്മാർ എത്ര പേര് ഇങ്ങനെ വോട്ടിലേക്ക് താമര കണ്ടു കഴിയുമ്പം പോകും എന്നതൊരു ക്വസ്റ്റ്യൻ മാർക്കാണ്. എന്നാലും അനൂപ് ആന്റണി ഇത്തവണ ശക്തമായിട്ട് വോട്ട് പിടിക്കും. എന്നാലും അതൊരു വിജയത്തിലേക്ക് എത്തുന്നില്ല. എനിക്കൊന്നും അദ്ദേഹം മലങ്കര കത്തോലിക്ക വിഭാഗക്കാരനാണ്. ഈ മലങ്കര കത്തോലിക്കന് നല്ല രീതിയിൽ അനുപാതമായിട്ടുള്ള ഒരു നിയോജക മണ്ഡലം തന്നെയാണ് തിരുവല്ല എന്ന് നമുക്ക് പറയാൻ സാധിക്കും. ആ വോട്ടുകളിൽ ഒരു നല്ല വിഭാഗം വോട്ടുകൾ അദ്ദേഹത്തിന് പിടിക്കാൻ സാധിക്കുമെങ്കിലും ഈ വർഗീസ് മാമനെയും മാത്യു ടി തോമസിനെയും സംബന്ധിച്ച് പറയേണ്ട ഒരു കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ഞാൻ നേരത്തെ ഒരു ഇതിൽ പറഞ്ഞിട്ടുണ്ട്, അദ്ദേഹം എപ്പോഴും ലക്കിൻ്റെ പുറത്ത് ആയിരുന്നു തുടക്കത്തിൽ ജയിച്ചത്. അതായത് സാമീപ്പൻ എന്ന് പറഞ്ഞൊരു ഓപ്പോസിറ്റ് കാൻഡിഡേറ്റ്, മീൻസ് ഒരു റിബൽ അവിടെ ആദ്യത്തെ തവണ 2006 അദ്ദേഹത്തിന് മത്സരിക്കുമ്പോൾ അത് 1987 വിജയിച്ചിട്ടുണ്ട്. ആ ചരിത്രം നമുക്ക് മറക്കാം. അതിനുശേഷം സംഭവിച്ച കാര്യങ്ങൾ നമുക്കറിയാം. പിന്നെ അതിനുശേഷം 2006 അദ്ദേഹം ആദ്യം മത്സരിക്കുമ്പോൾ സംഭവിച്ചത് സമീപനെ പോലൊരു റിബൽ വിക്ടർ ടി തോമസ് ആയിരുന്നു അതിൻ്റെ ഡയറക്റ്റ് ഓപ്പോസിഷൻ. സമീപനെ പോലൊരാൾ സാമംഗിൽ അവിടെ മത്സരിക്കുകയും അദ്ദേഹത്തിന് ഒരു 10,000-15,000 വോട്ടുകൾ പിടിക്കാൻ സാധിക്കുകയും ചെയ്തപ്പോഴാണ് അവിടെ മാത്യു ടി തോമസ് വിജയിക്കും. പിന്നീടുള്ള 5 വർഷം അദ്ദേഹം നന്നായിട്ട് പ്രവർത്തിച്ചു. 2011 ഈ കല്ലുപ്പാറ നിയോജകമണ്ഡലം എന്നുള്ള മണ്ഡലം മാറി. ആ മണ്ഡലത്തിന് പകരം ആ മണ്ഡലം കൂടെ തിരുവല്ലയുടെ കൂട്ടത്തിൽ കൂട്ടിച്ചേർക്കപ്പെട്ട് കഴിഞ്ഞപ്പം ഈ കല്ലുപ്പാറയിലൊക്കെ സ്വാധീനമുള്ളവരെയായിരുന്നു കഴിഞ്ഞ തവണ. ജോസഫ് പുതുശ്ശേരി ആയാലും ശരി, കഴിഞ്ഞ തവണ മത്സരിച്ച കുഞ്ഞുകോശി പോൾ ആയാലും ശരി, ഈ അവിടെ സ്വാഭാവികമായിട്ട് UDFന് കിട്ടുന്ന വോട്ടുകളാണ്. മാത്യു ടി തോമസിന്റെ വോട്ട് ബേസ് എന്ന് പറഞ്ഞാൽ തിരുവല്ല നഗരസഭയും ഈ തിരുവല്ല നഗരസഭയോട് ചേർന്ന് കിടക്കുന്ന പഞ്ചായത്തുകളുമാണ് മാത്യു ടി തോമസിന്റെ ഒരു പ്രധാന വോട്ട് ബേസ് എന്ന് പറഞ്ഞത്. ഇത്തവണ വർഗീസ് മാമന് സംഭവിക്കുന്ന സെയിം സംഭവമാണ്. വർഗീസ് മാമന് തിരുവല്ല മുനിസിപ്പാലിറ്റി മാത്യു ടി തോമസിന്റെ പേഴ്സണൽ വോട്ട് ബാങ്ക് പോലും ഇത്തവണ വർഗീസ് മാമന് വരുമെന്ന് പറയാൻ സാധിക്കും. ഇപ്പം ഞങ്ങളുടെയൊക്കെ കുടുംബത്തിലുള്ളവർക്ക് മാത്യു ടി തോമസിനെ അടുത്തറിയാം, അതുപോലെ തന്നെ വർഗീസ് മാമനെ അടുത്തറിയാം. അപ്പം അങ്ങനെ എല്ലാ ഘടനകളും വെച്ച് നോക്കുമ്പോൾ ഇത്തവണ എല്ലാവരും തിരുവല്ലയിലെ ആളുകൾ ഒരു മാറ്റവും കൂടെ ആഗ്രഹിക്കുന്ന ഒരു കാലഘട്ടം കൂടെ ആയതുകൊണ്ട് കേരള കോൺഗ്രസ് ജോസഫിനെ ഒരു പക്ഷേ ഉറപ്പിക്കാവുന്ന ഒരു സീറ്റായിരിക്കാം തിരുവല്ല എന്നാണ് എൻ്റെ ഒരു കണക്കൂട്ടൽ. തിരുവല്ലയിലൊരു മാറ്റം ഉണ്ടാകും. സ്വന്തം നാടായതുകൊണ്ട് കുറേ വാചാലനായി എങ്കിലും തിരുവല്ലയിൽ മാറ്റം ഉണ്ടാകാനാണ് സാധ്യത എന്നാണ് ജോയൽ പറയുന്നത്. അടുത്ത മണ്ഡലം റാന്നിയാണ്. റാന്നിയിൽ ഇപ്പോൾ കേരള കോൺഗ്രസ് മാണി പ്രമോദ് നാരായണനാണ് മത്സരിക്കുന്നത്. പഴംകുളം മധു കോൺഗ്രസിന് വേണ്ടി മത്സരിക്കുന്നു. തോമസ് കെ സാമുവലാണ് TTPക്ക് വേണ്ടി മത്സരിക്കുന്നത്. എന്താണ് അവിടുത്തെ ഒരു സാധ്യത? 2020 റാന്നിയായിട്ട് എന്നാ ബന്ധമാണ് എനിക്ക് മനസ്സിലായി. എന്ത് BJPക്കാർ പോലും വോട്ട് ചെയ്യുമോ എനിക്കറിയാലോ. 2020 റാന്നിയിലൊക്കെ 2020 ആയിട്ട് എന്ത് ബന്ധം ഉണ്ടാകാൻ. പക്ഷെ ഇത്തവണ റാന്നിയെ സംബന്ധിച്ച് പറയുകയാണെങ്കിൽ പ്രമോദ് കെ നാരായണൻ
ഇത്തവണ മണ്ഡലത്തിൽ കുറച്ച് പോപ്പുലർ ആവാൻ അദ്ദേഹത്തിന് സാധിച്ചിട്ടുണ്ട്. റാന്നി പൊതുവെ UDF മണ്ഡലമാണെന്ന് പറയുമ്പോൾ പോലും MLA മാർ നല്ല പെർഫോമൻസ് കാഴ്ചവെച്ച് കഴിഞ്ഞാൽ MLA മാർക്ക് അനുകൂലമായിട്ട് നിൽക്കുന്ന സ്ഥലം തന്നെയാണ് റാന്നി എന്ന് പറയുന്നത്. അതിൻ്റെ എക്സാമ്പിളാണ് രാജു അബ്രഹാം. അവിടെ എത്ര വർഷമായിട്ട് വിജയിച്ചുകൊണ്ടിരിക്കുകയായിരുന്നു. അപ്പം MLA മാരുടെ പെർഫോമൻസിന് നല്ലൊരു വാല്യൂ ഉണ്ട്. കോട്ടയത്ത് നിന്ന് റാന്നിയിലേക്ക് വന്ന ആളാണ് പ്രമോദ് നാരായണൻ. നമുക്കറിയാം റാന്നിയിലെ കോൺഗ്രസിനുള്ളിൽ എപ്പോഴും പ്രശ്നങ്ങൾ തന്നെയാണ്. കഴിഞ്ഞ തവണ റിങ്കു ചെറിയാൻ നിന്നപ്പോൾ പോലും പല രീതിയിലുള്ള പാരവെപ്പും കാര്യങ്ങളൊക്കെ സംഭവിച്ചിട്ടുണ്ട്. എന്നിട്ട് ഈ പാര വെച്ചവർക്കൊക്കെ ഇത്തവണ എന്നാ പറ്റിയത്? ഇത്തവണ ആർക്കും സീറ്റില്ല. ഇത്തവണ വഴങ്കുളം മധു എന്ന കാൻഡിഡേറ്റ് ഇവിടെ മത്സരിക്കുന്നുണ്ടായിരുന്നു. കോൺഗ്രസ്സുകാർ പാരവെപ്പ് നിർത്തി കഴിഞ്ഞാൽ മാത്രമേ ഈ മണ്ഡലത്തിൽ കോൺഗ്രസിന് വിജയിക്കാൻ സാധിക്കത്തില്ല. എത്ര അനുകൂലമായിട്ടുള്ള മണ്ഡലം എന്ന് പറഞ്ഞു കഴിഞ്ഞാലും ഇത്തവണയും അത് തന്നെ നടക്കാനാണ് സാധ്യത കൂടുതൽ. പ്രമോദ് നാരായണൻ വിജയിക്കുന്നത് കാരണം കോൺഗ്രസ്സുകാരെന്നെ തോൽപ്പിക്കുന്ന മണ്ഡലമാണ്. അപ്പം ഇതിനെ പറ്റിയിട്ട് പ്രത്യേകിച്ച് പറയേണ്ട കാര്യമില്ല, സാധ്യതയില്ല. പ്രമോദ് നാരായണൻ തന്നെ റാന്നി നിലനിർത്താനാണ് സാധ്യത എന്നാണ് ഞങ്ങളുടെ ഒരു വിലയിരുത്തൽ. അടുത്ത മണ്ഡലം ഗവർണറും മന്ത്രിയും യൂത്ത് നേതാവും ഒക്കെ മത്സരിക്കുന്ന മണ്ഡലമാണ് ആറന്മുളയിൽ ഇപ്പോഴത്തെ വീണ ജോർജാണ് CPM സ്ഥാനാർത്ഥി. എബിൻ വർക്കിയാണ് കോൺഗ്രസിന് വേണ്ടി മത്സരിക്കും. BJPക്ക് വേണ്ടി കുമ്മൻ രാജ്. എങ്ങനെയാണ് അവിടുത്തെ സാധ്യത? ഈ വീണ ജോർജ് മാധ്യമപ്രവർത്തന രംഗത്തു നിന്ന് 2016 ഇവിടെ വന്ന് മത്സരിക്കുന്ന സമയത്ത് ഓർത്തഡോക്സ് സഭയുടെ വലിയൊരു പിൻബലം വീണ ജോർജിന് കിട്ടിയിട്ടുണ്ടായിരുന്നു. പിന്നെ കഴിഞ്ഞ തവണ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 5 വർഷം വീണ ജോർജിന് ആ മണ്ഡലത്തിൽ നിറഞ്ഞേൽക്കാൻ സാധിച്ചു. പക്ഷെ ഇത്തവണ വരാൻ പോകുന്ന സാഹചര്യം എന്ന് പറഞ്ഞാൽ ഇതേ ഓർത്തഡോക്സ് സഭയുടെ പ്രതിനിധിയായിട്ടാണ് അബിൻ വർക്കിയെ ഈ മണ്ഡലത്തിലേക്ക് ഇറക്കിയിരിക്കുന്നത്. ഞാൻ പേഴ്സണലി പ്രതീക്ഷിച്ചത് വിജയ് ഇന്ദുചൂടനായിരുന്നു. വിജയ് ഇന്ദുചൂടൻ അവിടെ വളരെ പോപ്പുലറായിട്ടൊരു വ്യക്തിയാണ്. യൂത്ത് കോൺഗ്രസിന്റെ ജില്ലാ പ്രസിഡന്റാണ്. അദ്ദേഹം നിന്നിരുന്നെങ്കിലും ഇത് വിജയിക്കാവുന്ന ഒരു സീറ്റായിട്ട് മാറിയത്. അബിൻ വർക്കി വന്നപ്പോൾ പോലും ഈ വോട്ടുകൾ നല്ല രീതിയിൽ UDFന് അനുകൂലമായിട്ട് നിർത്താൻ അബിൻ വർക്കിക്ക് ഒരു പരിധിവരെ സാധിച്ചിട്ടുണ്ട്. പക്ഷെ BJP വോട്ടുകളാണ് ഇവിടെ എക്സ് ഫാക്ടർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ. കഴിഞ്ഞ തവണ BJPക്ക് കിട്ടിയതിനെക്കാട്ടിലും നല്ല വോട്ടുകൾ ഇത്തവണ കുമ്മനം രാജശേഖരന് കിട്ടും. ഇത് ആരുടെ വോട്ടുകളെയാണ് ബാധിക്കുന്നത് എന്നൊരു വലിയ ചോദ്യമാണ്. കഴിഞ്ഞ തവണ BJP വോട്ടുകൾ 19,000 വോട്ടുകൾ വീണ നേടിയപ്പോൾ ഈ 19,000 വോട്ടുകളിൽ നല്ല ശതമാനം വോട്ടുകൾ അത് BJPയുടെ നല്ല ശതമാനം വോട്ടുകളും നേടാൻ വീണയ്ക്ക് സാധിച്ചിരുന്നു. പക്ഷെ ഇത്തവണ കുമ്മനം രാജശേഖരൻ എന്തായാലും തിരിച്ച് ഇതേ വോട്ടുകൾ പിടിക്കാൻ സാധിക്കും. ചിലപ്പം കുറച്ച് വോട്ടുകൾ കൂടുതലും പിടിക്കാൻ സാധിക്കും. ഇത്തവണ ആറന്മുളയിൽ പോകുന്ന വോട്ടുകൾ LDFന്റെ വോട്ടുകളായിരിക്കും. ഹൈന്ദവ വോട്ടുകൾ പോകുന്നത് കുറച്ച് വോട്ടുകൾ പോകാൻ സാധ്യതയുണ്ട്. ആ പോകുന്ന വോട്ടുകൾ വീണയുടെ അല്ലെങ്കിൽ LDFന്റെ വോട്ടുകളായിരിക്കും. അങ്ങനെ വരുമ്പോൾ ഈ മത്സരം വളരെ ടൈറ്റ് ആകും. ഇവിടെ പല എക്സ്പാക്ടേഴ്സും UDFന് അനുകൂലമായിട്ടുണ്ട്. ഇടയിൽ വിഭാഗീയതയും കാര്യങ്ങളും ഗ്രൂപ്പുകളും പ്രശ്നങ്ങളും എല്ലാം ഉണ്ടെന്ന് പറയുമ്പോൾ പോലും അബിൻ വർക്കിക്ക് ഒരു പരിധി വരെയൊക്കെ ഇത് കൺസോളിഡേറ്റ് ചെയ്ത് പിടിച്ചു നിർത്താൻ സാധിച്ചിട്ടുണ്ട്. പിന്നെ വീണ ജോർജിനെതിരായിട്ടുള്ള ഒരു വികാരവും ആ മണ്ഡലത്തിലുണ്ട്. എനിക്ക് തോന്നുന്നു വീണ ജോർജിന്റെ ഭർത്താവ് തന്നെ ഇത്തവണ LDF നേതൃത്വത്തെ അറിയിച്ചു എന്നാണ് വാർത്തകൾ. മത്സരിപ്പിക്കരുത്. അത് ഒരു പക്ഷേ ഈ തോൽവി മുന്നിൽ കണ്ടായിരിക്കും. നേരിയ ഒരു വ്യത്യാസമാണ്. എന്നാലും ഒരു പക്ഷേ നമ്മുടെ ആരോഗ്യമന്ത്രി ഇത്തവണ വെന്റിലേറ്ററിൽ സാധ്യത കൂടുതൽ എന്നാണ്. നേരിയ മുൻതൂക്കത്തിൽ UDF വിജയിക്കാനാണ് ഈ മണ്ഡലത്തിൽ സാധ്യത കൂടുതൽ. അബിൻ വർക്കി ഒരു പുതിയ ശബ്ദമായി നിയമസഭയിൽ വരുമെന്നാണ് ഞങ്ങളുടെ ഒരു വിലയിരുത്തൽ. എന്തായാലും ആറന്മുളയെക്കുറിച്ചാണ് പറഞ്ഞത്. അടുത്ത മണ്ഡലം കോന്നി മണ്ഡലം. അവിടെ KU ജനീഷ് കുമാറാണ് CPMന് വേണ്ടി മത്സരിക്കുന്നത്. സതീഷ് കൊച്ചുപറമ്പിൽ കോൺഗ്രസിന് വേണ്ടി, TP സുന്ദരേശൻ BDJSന് വേണ്ടി മത്സരിക്കുന്നു. എന്തായാലും സാധ്യത? ചേട്ടാ, ഒരുപാട് കാര്യമൊന്നുമില്ല. ഈ മണ്ഡലത്തിൽ LDF തന്നെ വിജയിക്കും. കാരണം ജനീഷ് കുമാറിന് ആ മണ്ഡലത്തിൽ ഉണ്ടാക്കി എടുക്കാൻ പറ്റിയിട്ടുള്ള സ്വീകാര്യത എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് വേറെ തരത്തിലാണ്. അദ്ദേഹം ആ മണ്ഡലത്തിൽ നിന്ന് തന്നെ പ്രവർത്തിക്കുകയും മണ്ഡലത്തിൽ നല്ലൊരു സ്വാധീനം ഉണ്ടാക്കാനും സാധിച്ചു. സതീഷ് കൊച്ചുപറമ്പിൽ വീക്കായിട്ടൊരു കാൻഡിഡേറ്റ് ഒന്നും അല്ല. പക്ഷെ ജനീഷ് കുമാറിന് മുമ്പിൽ പിടിച്ചു നിൽക്കാൻ ഒരു അടൂർ പ്രകാശ് തന്നെ വേണമായിരുന്നു. അടൂർ പ്രകാശിനെ പോലെ ഒരു തലപ്പൊക്കമുള്ള ഒരു കാൻഡിഡേറ്റ് ആയിരുന്നെങ്കിൽ ജനീഷ് കുമാർ തോറ്റുപോയത്. അടൂർ പ്രകാശ് അല്ല. എന്തുകൊണ്ട് അടൂർ പ്രകാശ് വരുമെന്ന് പേടിച്ചിട്ടാണെന്ന് തോന്നുന്നു ജനീഷ് കുമാർ ഇത്ര ആക്റ്റീവായിട്ട് പ്രവർത്തിച്ചത്. അപ്പം കൂടുതൽ ഡെക്കറേഷൻ ഒന്നുമില്ല. LDFന്റെ സേഫ് സീറ്റാണ്. കോന്നി LDFന്റെ കൂടെ തന്നെ നിലനിൽക്കാനാണ് സാധ്യത എന്നാണ് ഞങ്ങൾ വിലയിരുത്തുന്നത്. അടുത്ത മണ്ഡലം അടൂരാണ്. അടൂർ മണ്ഡലത്തിൽ ഇത്തവണ CPI ശശിധരൻ, പ്രജി കണ്ണൻ എന്നാണ് അവരെ സോഷ്യൽ മീഡിയ ഹാൻഡിൽസിൽ കാണുന്നത്. കോൺഗ്രസ് ശാന്തകുമാർ, BJPക്ക് വേണ്ടി പന്തളം പ്രതാപൻ. ഈ 3 പേരും എന്താണ് സാധ്യത? പന്തളം പ്രതാപൻ പന്തളം സുധാകരന്റെ സഹോദരൻ. പ്രജി കണ്ണൻ എന്ന് പറഞ്ഞ കൊല്ലത്തുനിന്ന് വരുന്ന കാൻഡിഡേറ്റിന് അവിടെ ഒരു ഓളം ഉണ്ടാക്കാൻ സാധിച്ചിട്ടുണ്ടെന്ന് പറയുമ്പോഴും ഈ പ്രജി കണ്ണൻ എന്നൊക്കെയുള്ള പേര് തന്നെ തുടക്കത്തിലെ വിവാദമായി. കാരണം MG കണ്ണൻ നിറഞ്ഞു നിൽക്കുകയായിരുന്നു. തോറ്റതിന് ശേഷം 2000 വോട്ടുകൾ തോറ്റതിന് ശേഷം വിജയിക്കണം എന്നുള്ള വാശിയിൽ നിറഞ്ഞു നിൽക്കുമ്പോഴാണ് അദ്ദേഹത്തിന് അഗാധമായ ഒരു മരണം സംഭവിച്ചത്. MG കണ്ണൻ ആയിരുന്നെങ്കിൽ 100% ആദ്യം UDFന്റെ കൂട്ടത്തിൽ
കൂട്ടാൻ പറ്റുന്ന ഒരു സീറ്റായിരുന്നു അടൂർ എന്ന് പറയുന്നത്. പക്ഷെ ഇത്തവണ ശാന്തകുമാറാണ് എതിർ UDF-ന്റെ കാൻഡിഡേറ്റ് വരുന്നത്. ശാന്തകുമാറിന് പറഞ്ഞ കാൻഡിഡേറ്റ് ഒട്ടും ആ മണ്ഡലത്തിന് മോശമൊന്നുമല്ല. ശാന്തകുമാർ എന്ന കാൻഡിഡേറ്റിന് ആ മണ്ഡലത്തിൽ സ്വാധീനം ഉണ്ടെന്ന് തന്നെ നമുക്ക് പറയാൻ സാധിക്കും. പിന്നെ MG കണ്ണൻ വെച്ചൊരു മണ്ണുണ്ട്. പിന്നെ കൊല്ലത്തു നിന്ന് വന്ന പ്രീതി കണ്ണന് ചിറ്റൻകുമാർ കട്ടയ്ക്ക് സപ്പോർട്ട് ചെയ്ത് കൂടെ നിൽക്കുന്നുണ്ടെന്ന് പറയുമ്പോൾ പോലും നമ്മൾ ഈ പഞ്ചായത്ത് തെരഞ്ഞെടുപ്പിൻ്റെയൊക്കെ റിസൾട്ടും കാര്യങ്ങളും എല്ലാം നോക്കുമ്പോൾ UDF-ന് അനുകൂലമായിട്ട് നിൽക്കുന്ന ഒരു സാഹചര്യമാണ്. അടൂരിൽ ഒരു SC/ST മണ്ഡലമാണ്. പക്ഷെ കഴിഞ്ഞ തവണകളിൽ ഉണ്ടായ പോലെ ഒരു വലിയ കടിപിടിയും എനിക്ക് തോന്നുന്നു MG കണ്ണൻ്റെ പേരിലാണെന്ന് തോന്നുന്നു. എല്ലാവരും അവിടെ ഒന്നിച്ച് നിൽക്കുന്നുണ്ട്. നമ്മുടെ രാഹുൽ മാങ്കൂട്ടത്തിൻ്റെയൊക്കെ നിയോജക മണ്ഡലമാണ്. പിന്നെ ശ്രീനാദേവി കുഞ്ഞന്മാർ ഇവരുടെയൊക്കെ മണ്ഡലമാണ് ഈ അടൂർ എന്ന് പറയുന്നത്. ഇവരെല്ലാം ഒറ്റക്കെട്ടായിട്ട് മീൻസ് രാഹുൽ മാങ്കൂട്ടം പ്രതീക്ഷയിൽ ഇറങ്ങാൻ പറ്റാത്ത അവസ്ഥയായതുകൊണ്ട് പക്ഷെ UDF വോട്ടുകൾ, അതായത് കോൺഗ്രസ് വോട്ടുകൾ ഇത്തവണ ബ്ലോക്കായിട്ട് കിട്ടുകയും അതുപോലെ തന്നെ സാധാരണക്കാരുടെ വോട്ടുകൾ ഇത്തവണ ശാന്തകുമാറിലേക്ക് വരാനും സാധ്യതയുണ്ട്. ശാന്തകുമാർ ഒട്ടും അൺപോപ്പുലർ ആയിട്ടുള്ള കാൻഡിഡേറ്റ് അല്ല, പോപ്പുലർ ആയിട്ടുള്ള കാൻഡിഡേറ്റ് തന്നെയാണ്. ടൈറ്റ് മത്സരമാണ് ഞാൻ പ്രതീക്ഷിക്കുന്നത്. കാരണം അടൂരിൻ്റെ ഡീലിമിറ്റേഷന് ശേഷമുള്ള സ്വഭാവം നോക്കിക്കഴിഞ്ഞാൽ അതിന് കുറച്ച് ഇടത് സ്വഭാവം ഉണ്ടോ എന്നൊരു ചോദ്യചിഹ്നമാണ്. പക്ഷെ ഒരു ഫൈറ്റിംഗ് സീറ്റ് രണ്ടുപേർക്കും മത്സരിച്ച് കഴിഞ്ഞാൽ പിടിച്ചെടുക്കാൻ പറ്റുന്ന ഒരു നിയോജക മണ്ഡലമാണ്. ഇവിടെ ഞാനൊരു നേരിയ മുൻതൂക്കം കാണുന്നത് UDF-നാണ്. ശരി, അതെ, UDF വരാൻ സാധ്യത ഞാൻ കാണുന്നുണ്ട്. അപ്പോൾ അടൂരിൽ ശാന്തകുമാർ വരാനാണ് സാധ്യത. UDF വരാനാണ്. ഇത് MG കണ്ണനുള്ളൊരു ട്രിബ്യൂട്ടായിട്ട് എനിക്ക് തോന്നുന്നു. അവിടെയുള്ള സാധാരണക്കാർ അല്ലെങ്കിൽ കോൺഗ്രസ്സുകാരേതായിട്ട് ബാക്കി പത്തനംതിട്ട ജില്ലയിലെ എല്ലാ മണ്ഡലത്തിലും പിടിവലിയും കൂട്ടത്തല്ലും എല്ലാം ഉണ്ടാവുമെന്ന് പറയുമ്പോൾ പോലും ഇത്തവണ UDF-കാർ അല്ലെങ്കിൽ കോൺഗ്രസ്സുകാർ ഒറ്റക്കെട്ടായി നിന്ന് UDF-ന്റെ കാൻഡിഡേറ്റിനെ വിജയിപ്പിക്കണം എന്ന ഒരു രീതിയിലാണ് അവർ മുന്നോട്ട് പോകുന്നത്. ഇനി പത്തനംതിട്ടയിൽ ഞാൻ ഗ്രൗണ്ട് റിയാലിറ്റീസ് ഒക്കെ നോക്കുമ്പോൾ ആദ്യമായിട്ടാണ് ഒരു മണ്ഡലത്തിൽ കോൺഗ്രസ്സുകാർ ഒന്നായിട്ട് നിന്ന് ഗ്രൂപ്പും വ്യത്യാസവും ഒന്നും നോക്കാതെ വർക്ക് ചെയ്ത് വിജയിക്കണം എന്ന് പറഞ്ഞ് നിൽക്കുന്ന എനിക്ക് അപൂർവമായിട്ടുള്ള ഒരു കാഴ്ചയായിട്ടാണ്. അതുകൊണ്ട് തന്നെയാണ് പറയുന്നത് ഈ മണ്ഡലത്തിൽ UDF വിജയിക്കാൻ സാധ്യതയാണ്. പത്തനംതിട്ട ലോക്സഭാ മണ്ഡലത്തെക്കുറിച്ചാണ് നമ്മൾ ചർച്ച ചെയ്തത്. ഇത് പറഞ്ഞു കഴിയുമ്പോൾ 4-3 എന്ന ഒരു നിലയിലേക്ക്, അതായത് 4 സീറ്റുകൾ LDF-ലേക്കും 3 സീറ്റുകൾ UDF-ലേക്കും എത്തുന്ന ഒരു സാധ്യതയാണ് വന്നിരിക്കുന്നത്. ഇതും എന്താ പറയേണ്ടത്, വളരെ ടൈറ്റ് ആയിക്കൊണ്ടിരിക്കുകയാണ് അല്ലേ. 53 മണ്ഡലങ്ങൾ ഇപ്പോൾ LDF ആയിരിക്കുന്നു. അതേസമയത്ത് 66 മണ്ഡലങ്ങളാണ് UDF ആയിരിക്കുന്നത്. 13 മണ്ഡലങ്ങളുടെ വ്യത്യാസം മാത്രമേ ഇപ്പോൾ ഇവർ തമ്മിലുള്ളൂ. ഇനി 3 മണ്ഡലങ്ങൾ നമുക്ക് സംസാരിക്കാനുണ്ട്. കൊല്ലം, അതുപോലെ ആറ്റിങ്ങൽ, തിരുവനന്തപുരം. ഇവിടെ എല്ലാം കൂടി 21 മണ്ഡലങ്ങളുണ്ട്. ഈ 21 മണ്ഡലം കൂടി കഴിയുമ്പോൾ അറിയാം ഏകദേശം കേരളം എങ്ങോട്ടാണ് ചിന്തിക്കുന്നത്. ഈ തവണത്തെ ഇലക്ഷൻ വളരെ ടൈറ്റ് ആയിരിക്കും. നമ്മൾ ഈ മലബാറിൽ കണ്ട ഒരു വേവ്, ആ വേവ് അതേ അർത്ഥത്തിൽ തന്നെ UDF-ന് നിലനിർത്താൻ സാധിക്കുകയാണെങ്കിൽ മാത്രമേ UDF-ന് പിടിച്ചു നിൽക്കാൻ സാധിക്കത്തുള്ളൂ. ശരി, അവരുടെ പോക്കറ്റുകളിൽ അവർ ഭേദപ്പെട്ട പ്രകടനം കാഴ്ചവെക്കുന്നുണ്ട്. പ്രത്യേകിച്ച് നോക്കുമ്പോൾ ഇടുക്കി ആയാലും ശരി, പത്തനംതിട്ട ആയാലും ശരി, ഒരു കഴിഞ്ഞ തവണത്തെ ഒരു സീറ്റും കോൺഗ്രസിനില്ലാത്ത അവസ്ഥയൊന്നുമല്ല. ഭേദപ്പെട്ട പ്രകടനം തന്നെ കാഴ്ചവെക്കുന്നുണ്ട്. അതിൽ ഷുവറായിട്ട് അവർ ജയിക്കുന്ന സീറ്റുകളുണ്ട്. ഇപ്പം അടൂരിൻ്റെ കാര്യം അതൊരു എക്സാമ്പിളാണ്. അപ്പം അവരുടെ പോക്കറ്റുകൾ സേവ് ചെയ്യുന്നുണ്ടെങ്കിലും ഒരു വലിയൊരു വേവിലേക്ക് തെക്കൻ ജില്ലകളിലേക്ക് വരുമ്പം അത് എത്തുന്നുണ്ടോ എന്നത് ഒരു സംശയമാണ്. കാരണം ഇനിയുള്ള മണ്ഡലങ്ങൾ നോക്കുമ്പോൾ ആ മണ്ഡലങ്ങളുടെ സ്വഭാവം നമുക്ക് അറിയാവുന്നതാണ്. അപ്പം നമുക്ക് നോക്കാം. തീർച്ചയായിട്ടും എന്തായാലും ഇനിയും വരുന്ന ദിവസങ്ങൾ നോക്കാം. 3 എപ്പിസോഡുകൾ കഴിയാനുണ്ട്. അപ്പോൾ അതിന് ശേഷം നമുക്ക് മൊത്തം ഫലം അനലൈസ് ചെയ്യാം. അതുവരേക്കും നന്ദി, നമസ്കാരം.